ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഡെലിവറിക്ക് മുൻപായിട്ട് ന്യൂ ബോൺ ബേബിക്ക് വാങ്ങിക്കേണ്ട അത്യാവശ്യം കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പാക്കിംഗ് ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്മുടെ ന്യൂ ബോണിനുള്ള എല്ലാ ഐറ്റംസും സൂക്ഷിക്കാനായിട്ട് നമുക്കിതാ ഇതുപോലൊരു ബാസ്ക്കറ്റ്, ഇത് മസ്റ്റാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ഇത് ഓൾറെഡി ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ മതി കേട്ടോ. കാരണം ഇത്തരം ഐറ്റംസ് ഒക്കെ ഈ ഒരു ടൈമിൽ മാത്രമല്ലേ യൂസ് ചെയ്യുള്ളൂ. ഇനി നമുക്ക് ഓരോന്നായിട്ട് പാക്ക് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ വലിയ അത്യാവശ്യമില്ലാത്ത സാധനങ്ങളാണ് നമ്മൾ താഴെ വെക്കുന്നത്. ഇതുപോലൊരു തുണി കട്ട് ചെയ്യാത്തത് അത് നമ്മൾ താഴെ വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് വെച്ചിട്ട് പിന്നെ ഇതാ സോപ്പും അതേപോലെ തന്നെ പൗഡറും. അടുത്തതായിട്ട് നമ്മൾ ഡ്രൈ ഷീറ്റ് ആണ് വെക്കാൻ പോണത്. നമ്മളിതാ 2 വിധത്തിലുള്ള ഡ്രൈ ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല വേറെയും വാങ്ങിച്ചിട്ടുണ്ട്, അത് വഴിയെ കാണിച്ചു തരാം കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ ബെഡിൽ ഒന്നായിട്ട് വിരിക്കുമല്ലോ മൊത്തത്തിലായിട്ട്, ആ ഡ്രൈ ഷീറ്റാണ്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ദാ ഈ ഒരു ഡ്രൈ ഷീറ്റ് ഇതും വെച്ചിട്ടുണ്ട്. കൂടാതെ ഞാൻ പറഞ്ഞിട്ടുള്ള മെയിനായിട്ടുള്ള ഡ്രൈ ഷീറ്റ്, അതായത് കുട്ടീനെ കയ്യിൽ പിടിക്കണ സമയത്തോ അതേപോലെ തന്നെ അവരുടെ ബേബി ബെഡ് ഉണ്ടല്ലോ അതിനകത്ത് വെക്കുന്ന സമയത്തൊക്കെ യൂസാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രൈ ഷീറ്റ് തന്നെയാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം തന്നെയാണ് ഇത്. അങ്ങനെ ഇതും കൂടി നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതാ നമ്മൾ 2 ടർക്കിയാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മളിതിനിവിടെ അങ്ങനെയാണ് പറയണത്, എല്ലായിടത്തും അങ്ങനെ തന്നെയാണോ എന്നറിയില്ല. എന്തായാലും നമ്മുടെ ഈ ഒരു ടവൽ വന്നിട്ട് നമ്മൾ പഴയതാണ് വെച്ച് കൊടുക്കുന്നത് 2 എണ്ണം താഴെ. പുതിയത് വേറെ ബേബിക്ക് വാങ്ങിച്ചതുണ്ട്, അത് നമ്മൾ മുകളിൽ വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ എക്സ്ട്രാ നമ്മുടെ കുട്ടികൾ തന്നെയാണ്, അപ്പോൾ അതും കൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. ഡെയിലി വെയർ ആയിട്ട് യൂസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബേബിക്ക് മൊത്തം 10 ഡ്രസ്സാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 5 എണ്ണം വന്നിട്ട് ഇങ്ങനെ നിക്കറും കുപ്പായും കൂടെ കൂടിയിട്ടുള്ളതാണ്. പിന്നെ ബാക്കിയുള്ളത് അതായത് 2 എണ്ണം കെട്ടുന്നതും പിന്നെ 2 എണ്ണം ഇങ്ങനെ ചെറിയ ബട്ടൺസ് പോലെ ആയിട്ട് വരുന്നത് അങ്ങനെയുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം വെച്ച് കൊടുക്കുന്നത് ഈ 5 ഡ്രസ്സാണ്. ഇത് താഴെ ഒരു സൈഡിലായിട്ട് വെക്കാമെന്ന് വിചാരിച്ച്, കാരണം ഇത് അത്ര പെട്ടെന്ന് അങ്ങ് എടുക്കേണ്ടി വരില്ലല്ലോ. അതേപോലെ തന്നെ ഇത് നമ്മൾ ബേബി മൊത്തത്തിൽ കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ആ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, അതിന് ഗേൾ ആയിക്കോട്ടെ ബോയ് ആയിക്കോട്ടെ 2 കുട്ടികളാണെന്നുണ്ടെങ്കിലും യൂസ് ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. അതും കൂടെ നമ്മൾ വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാ നമ്മൾ പാമ്പേഴ്സാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് വന്നിട്ട് ആകെ 2 എണ്ണേ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ. ഞാൻ ഓൾറെഡി നമ്മുടെ മെറ്റേണിറ്റി ഷോപ്പിംഗ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഉപ്പച്ചിക്കായാലും അതേപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിനായാലും ഒന്നും ഇങ്ങനത്തെ ഈ സംഭവങ്ങൾ യൂസ് ചെയ്യണ അത്ര വലിയ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 എണ്ണം മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതാ നമ്മുടെ ബേബിക്കുള്ള തോർത്തുമുണ്ട്, അതും 2 എണ്ണം ഉണ്ട്. അത് രണ്ടും എന്താ ഇതുപോലെ ഒരു കവറിലാക്കിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഈ ബാസ്ക്കറ്റിനകത്തോട്ട് വെക്കണത്. പിന്നെ അതാ എത്ര തികച്ചാലും തികയാത്തൊരു സംഭവമാണ് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു തുണികൾ. അപ്പോൾ ഇതും നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യത്തിലധികം വെക്കണുണ്ട്. ഈ തുണികളെല്ലാം നമ്മൾ വാഷ് ചെയ്ത് ഉണക്കി ഇതാ അയൺ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ഓൾറെഡി ഇപ്പച്ചിയും അനിയത്തിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വെക്കുന്നത് ഇപ്പോഴാണ് എന്ന് മാത്രം. പിന്നെ നമ്മുടെ ന്യൂ ബോണിന് നമുക്ക് ഫസ്റ്റ് തന്നെ എടുക്കേണ്ടി വരുന്ന കുറച്ച് ഡ്രസ്സാണ് അല്ലേ. അതായത് നമ്മുടെ കെട്ടണ ആ ഒരു കുപ്പായം ഉണ്ടല്ലോ, അത് 2 എണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ ബട്ടൺസ് ഉള്ളത് 3 എണ്ണം. ഇത് നമുക്ക് ഫസ്റ്റ് തന്നെ, അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് യൂസ് ആക്കേണ്ടതായതുകൊണ്ട് കാണുന്നിടത്ത് ഏറ്റവും മുകളിലായിട്ട് തന്നെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ കുട്ടികളുടെ ഓൾഡ് ടർക്കി ഉണ്ടല്ലോ, അത് നമ്മൾ ഓൾറെഡി വെച്ചതാണ് താഴെ ഭാഗത്ത്. ഇനി ഇതാ നമ്മൾ നമ്മുടെ ബേബിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള പുതിയ ടർക്കിയാണ് കേട്ടോ ഇനി വെക്കാൻ പോകുന്നത്. അപ്പോൾ അതും കൂടെ നമുക്ക് എടുത്ത് വെക്കാം. അതും അവിടെ ഏറ്റവും മുകളിൽ തന്നെ ഇരുന്നോട്ടെ, കാരണം റിസീവിങ് ടർക്കി ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. ബേബി ബെഡ് നമ്മൾ വാങ്ങിച്ചിട്ടില്ല കേട്ടോ, അത് പിന്നെ നമ്മൾ അവിടുന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് തന്നെ വാങ്ങി വെച്ചിട്ട് അത് ഏറ്റി പിടിച്ച് പോവണ്ടല്ലോ. അടുത്തതായിട്ട് നമ്മൾ മുസ്ലിംസിന് മസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ സംസം വെള്ളം, അതും കൂടെ നമ്മൾ വെക്കുന്നുണ്ട്. ഇതോടുകൂടി നമ്മുടെ ബേബിക്കുള്ള പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് എൻ്റേതാണ്, അത് ഞാൻ വഴിയെ വേറെ വീഡിയോ ആക്കിയിട്ട് ചെയ്യാം കേട്ടോ. എല്ലാം റാഹത്തായി നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.